നോമ്പുകാലം യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും കാലഘട്ടമാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം നമ്മൾ ധ്യാനിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിലേക്ക് തിരിയുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 7-ാം തിരുവചനം, വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനമില്ലാത്തവരെ വീട്ടിൽ സ്വീകരിക്കുന്നതും നഗ്നനെ ഉടുപ്പിക്കുന്നതും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ അവസരമായി ഈ കാലഘട്ടത്തെ നമ്മൾ കാണണം. യേശു 40 രാവും 40 പകലും ഉപവസിച്ചുകൊണ്ട് ഉപവാസത്തിന്റെ മഹത്വവും കൃപയും നമ്മെ പഠിപ്പിച്ചു. ആ കൃപയുടെ പാതയിൽ നമുക്കും യാത്ര തുടരാം.